ഹായ്, ഈ സ്ലൈഡ് പോകുന്ന പ്രൊമോഷൻ ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് ഈ രണ്ട് ഹെഡിങ്സിനെ ഹൈലൈറ്റ് കൊണ്ടാണ്. അപ്പോൾ എന്താണ് പ്രൊമോഷൻ, പ്രൊമോഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് ദിസ് ടൂൾ യൂസ്ഡ് ബൈ ദി ഹൗ ദിസ് മാർക്കറ്റിംഗ് ടൂൾ ഈസ് യൂസ്ഡ് എന്നുള്ളതിനെക്കുറിച്ചും അഡ്വർടൈസ്മെൻറ്റിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇത് പോകുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു ദി പ്രൊമോഷൻ പാർട്ട്. പ്രൊമോഷൻ എന്താണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആണ്. പ്രൊമോഷൻ ഇസ് എ മാർക്കറ്റിംഗ് ടൂൾ വിച്ച് ഈസ് യൂസ്ഡ് ബൈ ദി സെല്ലർ ടു കമ്മ്യൂണിക്കേറ്റ് അബൌട്ട് ദി പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ടു ദി ബയർ. അപ്പോൾ നമ്മൾ സെല്ലർ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ആർക്ക് എത്തിച്ചു കൊടുക്കണം? ബയറിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇതിനുപയോഗിക്കുന്ന ഒരു മാർക്കറ്റിംഗ് ടൂളാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അഡ്വർടൈസിങ്, പബ്ലിക് റിലേഷൻസ്, അതേപോലെ സെയിൽസ് പ്രൊമോഷൻ, ഇതൊക്കെ ഒരു മെത്തേഡാണ്, എലമെൻറ്റ്സ് ആണ് പ്രൊമോഷൻ്റെ. സോ പ്രൊമോഷനിൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബിസിനസ് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇക്കണോമിക് ഇമ്പോർട്ടൻസ്, സോഷ്യൽ ഇമ്പോർട്ടൻസ് ആൻഡ് നോൺ ബിസിനസ് ഓർഗനൈസേഷൻസിൻ്റെ ഒരുപാട് പ്രൊമോഷണൽ മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട്. ബിസിനസ് ഇമ്പോർട്ടൻസ് നമുക്ക് ക്ലിയർ ആണ്. ഒരു കമ്പനിക്ക് സംബന്ധിച്ച് അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ കൺസ്യൂമറിലേക്കോ കസ്റ്റമറിലേക്കോ എത്തിച്ചു കൊടുക്കുമ്പോൾ ഇറ്റ് ക്രിയേറ്റ്സ് എ ഗുഡ് ഇമേജ്. നല്ല പ്രൊമോഷൻ മെത്തേഡാണ് ഉപയോഗിച്ചതെന്നുണ്ടെങ്കിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. ഇറ്റ് ഇൻക്രീസസ് ദി സെയിൽസ്, അപ്പോൾ മാർക്കറ്റ് ഷെയർ കൂടും, പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യും, ബ്രാൻഡ് ലോയൽറ്റി ഒക്കെ കൂടും. ഇതിൻ്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു കമ്പനി അവിടെ നന്നാവുന്ന സമയത്ത് ഇറ്റ് ഈസ് പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു തൗസൻഡ്സ് ഓഫ് പീപ്പിൾ അല്ലേ. അതേപോലെ ഒരു ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ വരുമ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഒക്കെ എന്ത് ചെയ്യും? വളരെയധികം റെഡ്യൂസ്ഡ് ആവും. ഇതിൻ്റെ സോഷ്യൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ നോ സ്മോക്കിംഗ്, ഡ്രൈവ് സ്ലോ, ഡോണ്ട് യൂസ് ലിക്കർ വൈൽ ഡ്രൈവിംഗ്, ഇങ്ങനെ സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഇങ്ങനെ ഇപ്പോൾ നമ്മൾ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ നമ്മൾ കാണാറുണ്ട്. സോ അതൊക്കെ ഒരു സോഷ്യൽ ഇഷ്യൂവിനെ ആക്കിയിട്ട് അതിൻ്റെ പ്രൊമോഷനാണ് നടക്കുന്നത്. സോ അവിടെ നമുക്കൊരു സോഷ്യൽ ഇമ്പോർട്ടൻസ് നമുക്കവിടെ കാണാം. അതേപോലെ ഇമ്പോർട്ടൻസ് ടു നോൺ ബിസിനസ് ഓർഗനൈസേഷൻ. ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ഗവൺമെൻറ്. ഇപ്പം ഗവൺമെൻറ് സ്കീംസ്, ഗ്രാൻറ്റുകൾ, സ്കോളർഷിപ്സ് ഒക്കെ സമയമായി കഴിഞ്ഞാൽ അറിയിക്കുന്നുണ്ടല്ലോ പലതരം. അപ്പോൾ അതെങ്ങനെയാണ് അറിയിക്കുന്നത്? ത്രൂ ആഡ്സ് കൂടിയാണ് അറിയിക്കുന്നത് അല്ലേ. സോ നോൺ ബിസിനസ് ഓർഗനൈസേഷൻസും ഈ പ്രൊമോഷൻ ടൂൾസ് ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, നൗ കമ്മിങ് അബൌട്ട് ദി പ്രൊമോഷൻ മിക്സ്. പ്രൊമോഷൻ മിക്സ് എന്ന് പറഞ്ഞാൽ എലമെൻറ്റ്സ് ഓഫ് മാർക്കറ്റിംഗ് അല്ലെ കമ്മ്യൂണിക്കേഷൻ മിക്സിൻ്റെ ഒക്കെ അതേ ഇത് തന്നെയാണ്. അഡ്വർടൈസിങ്, പബ്ലിക് റിലേഷൻ, സെയിൽസ് പ്രൊമോഷൻ, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഇൻ്റർനെറ്റ് ആൻഡ് ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. അഡ്വർടൈസിങ് നമുക്കറിയാം, പേപ്പറിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടോ പ്രിൻ്റ് മീഡിയയിലോ ഓഡിയോ വിഷ്വൽ മീഡിയാസിൽ കൂടെ പ്രോഡക്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് അഡ്വർടൈസിങ്. പബ്ലിക് റിലേഷൻസ് കോമൺ ആയിട്ട് ഒരു ജനറൽ ഒരു ബിഗ് മാസിനോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് പബ്ലിക് റിലേഷൻസ് എന്നാണ്. സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്, ബൈ വൺ ഗെറ്റ് വൺ എന്നൊക്കെ പറയുന്ന സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഡോർ ടു ഡോർ വന്നിട്ടുള്ള മാർക്കറ്റിംഗ് സ്റ്റെപ്സ്, ഇൻ്റർനെറ്റിൽ കൂടെ നടത്തുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ചെയ്യുന്ന ഇൻട്രാക്റ്റീവ് മാർക്കറ്റിംഗ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. നമ്മുടെ നേരിട്ട് നമ്മളെ വന്ന് കണ്ട് സംസാരിച്ച് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സംസാരിച്ച് പ്രോഡക്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്ന മെത്തേഡ്സ്. ദിസ് ആർ ഓൾ പേഴ്സണൽ സെല്ലിംഗ്. സോ ഇതാണ് പ്രൊമോഷൻ മിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ അഡ്വർടൈസിങ് എന്ന് പറയുന്ന ടൂളിനെടുത്ത് വാട്ട് ഈസ് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞാൽ, അഡ്വർടൈസിങ് ഈസ് എ പെയ്ഡ് ഫോമാണ്. ഒരു നോൺ പേഴ്സണൽ, നേരിട്ട് മുഖത്തോട് മുഖം വന്ന് നിന്നിട്ടല്ല അതുകൊണ്ടാണ് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. മാസ് മീഡിയ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ടെലിവിഷൻ, റേഡിയോ, ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻസ്, മെയിലിൽ കൂടെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് അവിടെ പെയ്ഡ് ഫോമാണ്, നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ് എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ വിഷ്വൽ, സ്പോക്കൺ, റിട്ടൺ ആവാം എന്നുള്ളതാണ്. അതേപോലെ അത് പ്രിൻ്റ് മീഡിയയിൽ കൂടെ ആവാം, ഒരു മാസ് ഇതുപോലെ കൊടുക്കാം എന്നുള്ളതാണ്. എന്തായാലും ഇറ്റ് ഓൾവേസ് സ്റ്റിമുലേറ്റ്സ് സെയിൽ എന്നുള്ളതാണ്. അഡ്വർടൈസ്മെൻറ്റ്സ് എപ്പോഴും ഒരു പുതിയ പ്രോഡക്റ്റിനെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി തരും. ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദ ഡിമാൻഡ്. നമുക്കറിയാം, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് സാധനം എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക്
successfully we can face them, and it enhances the goodwill also. So നമുക്ക് നമ്മുടേതായിട്ടുള്ള മാർക്കറ്റ് പിടിച്ചെടുക്കാൻ, കൺസ്യൂമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കാൻ ഒക്കെ നമുക്ക് നമ്മുടെ ഒരു അഡ്വർടൈസ്മെൻറ്റിനെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. സോ ഒരു വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് പ്രോഡക്ട്സിനെയോ സർവീസസിനെയോ പ്രിൻ്റ് മീഡിയയോ അല്ലെങ്കിൽ അതർ മീഡിയാസ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റിംഗ് ടൂളാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. അഡ്വർടൈസ്മെൻറ്റ് കുറേ എത്തിക്കൽ ആസ്പെക്ട്സ് ഉണ്ട് ഇത് എന്നുള്ളത്. ഈ എത്തിക്കൽ ആസ്പെക്ട്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സിൽ നമ്മൾ വളരെ ഭംഗിയായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു പോയിൻ്റാണ് മെസ്സേജ് കണ്ടൻറ്റ് എന്നതാണ്. മെസ്സേജ് കണ്ടൻറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളതിൽ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റ്, നമ്മളൊരു മെസ്സേജാണല്ലോ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു മെസ്സേജാണ് നമ്മളതിൽ കൊടുത്തിട്ടുള്ളത്. ഈ മെസ്സേജ് വളരെ കറക്റ്റായിരിക്കണം. അത് ഒരിക്കലും അതൊരു ഫേക്ക് മെസ്സേജ് ആവാൻ പാടില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ പ്രൊമോഷൻ്റെ ഗുണം അങ്ങനെയാണ്. നല്ലൊരു പ്രൊമോഷൻ ടെക്നീക്കാണെങ്കിൽ മാത്രമാണ് അതൊരു കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ട് വരുള്ളൂ. ആൻഡ് ദി ക്വാണ്ടം ഓഫ് അഡ്വർടൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കുറേ കണ്ടിന്യൂസ്ലി എപ്പോൾ ടി വി ഓൺ ചെയ്താലും ദ സെയിം ആഡാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ഉള്ളിലേക്ക് അത് പെട്ടെന്ന് പ്രൊമോട്ട് ചെയ്യും എന്നുള്ളതാണ്. സോ ദി നമ്പർ ഓഫ് പ്രൊമോഷൻസ് ദേ മേക്ക്, എപ്പോൾ പേപ്പർ എടുത്താലും ഈ ഒരു ആഡ് കാണാൻ പറ്റും. ദ റിപ്പീറ്റേഷൻസ് വരുന്ന സമയത്ത് എന്നുള്ളത് കാണാം. സോ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് ഹാംഫുൾ പ്രോഡക്ട്സ്, ഇപ്പോൾ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്ന കാര്യം, സ്മോക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ സ്മോക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോഡക്ട്സ്, ഒരു ഗ്യാതറിങ് കാണിക്കുക, അവിടെ പ്രോഡക്റ്റ് വരിക എന്നുള്ളതാണ്. സോ ഹാംഫുൾ പ്രോഡക്ട്സിനെയും അതേപോലെ പാൻ പരാഗിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ്, ലിക്കറിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ്, ഇതൊക്കെ നമുക്ക് അതും ചിലപ്പോൾ ഹാംഫുൾ പ്രോഡക്ട്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റിലും ഒരു എത്തിക്കൽ ഇഷ്യൂസ് ഉണ്ട്. ആൻഡ് അൺവാണ്ടഡ് ഇൻഫ്ലുവൻസ് ഓൺ ദി സൊസൈറ്റി. വെറുതെ ഇങ്ങനെ ഒരു ഇപ്പോൾ ഇത് കഴിച്ചാലാണ്, ഇങ്ങനെ ഡ്രിങ്ക്സ് കഴിച്ചാലാണ് ഒരു മാക്കോ ഫീലിംഗ് വരുള്ളൂ, സിഗരറ്റ് വലിച്ചാലാണ്, അതേപോലെ സീറ്റ് ബെൽറ്റ് ഇടാതിരിക്കുക, അതേപോലെ തന്നെ ഹെൽമെറ്റ് വെക്കാതെ ബുള്ളറ്റ് ഓടിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്താലാണ് അങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള ചില ഇൻഫ്ലുവൻസസ് ഉണ്ടാക്കിക്കൊണ്ട് ഒരുപാട് ഗോൾഡ് ഇട്ടിട്ട് ഒരു മാരേജ് ഫങ്ഷനൊക്കെ ചെയ്യുമ്പോൾ വെറുതെ സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കും. ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നതാണ്. സോ എത്തിക്കൽ ആസ്പെക്ട്സ് നല്ലോണം ഉണ്ട്. മെസ്സേജ് വളരെ ക്ലിയർ ആവണം. റോങ് മെസ്സേജസ് കൊടുക്കുന്ന ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്. കണ്ടിന്യൂസ്ലി ഇത് കൊടുത്ത് വെറുപ്പിക്കുക എന്നൊക്കെ പറയില്ല, അതാണ് ക്വാണ്ടം ഓഫ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ആൻഡ് അഡ്വർടൈസിങ് ഓഫ് ഹാംഫുൾ പ്രോഡക്ട്സും ഇതൊക്കെ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.